റിപ്പോർട്ടർ ഇംപാക്ട് തണ്ണീർപന്തലിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസിൽ നിന്നും ഇറക്കിവിട്ടെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. അമ്പാടി ബസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച ഡ്രൈവറും കണ്ടക്ടറും ആർടിഒ ഓഫീസിൽ ഹാജരാകണം. സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ മനോമി, സ്കൂൾ വിദ്യാർത്ഥികളെ ബസിൽ നിന്ന് ഇറക്കിവിട്ടെന്ന നമ്മുടെ വാർത്തയിൽ മന്ത്രി ഇടപെടുകയാണ്. എങ്ങനെയായിരിക്കും ഇനിയുള്ള നടപടികൾ? സുജയ, നാളെയാണ് ബസിന്റെ കണ്ടക്ടറോടും ഡ്രൈവറോടും RTO ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വടകര RTO ഓഫീസിലാണ് ഹാജരാകേണ്ടത്. വടകര ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ FIR ഇട്ടിട്ടില്ല എന്നൊരു ആരോപണം ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് വടകര BEM സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തണ്ണീർപന്തലിലെ സ്വന്തം വീട്ടിലേക്ക് എത്താൻ ബസ്സിൽ കയറിയത്. ബസ്സിൽ കൺസെഷൻ ചാർജ് കൊടുത്തതിന് ശേഷമാണ് ഇവർ ബസ് മാറിക്കയറിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അമ്പാടി ബസ്സിൽ കയറുകയായിരുന്നു വീണ്ടും. പക്ഷേ ഇവരുടെ കയ്യിൽ മുഴുവൻ പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല. അത് കണ്ടക്ടറോട് പറഞ്ഞിട്ടും കണ്ടക്ടർ അത് കേൾക്കാതെ ഉടൻ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. മാത്രവുമല്ല, കുട്ടികൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ബസ്സിൽ നിന്ന് ആരും തങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല എന്നുള്ളതാണ്. കണ്ടക്ടർ മോശമായൊക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുകയായിരുന്നു എന്നൊക്കെ കുട്ടികൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ആ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്നത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായ കാര്യം തന്നെയാണ്. നാളെയാണ് ഈ ബസ്സിൻ്റെ കണ്ടക്ടറോടും ഡ്രൈവറോടും RTO ഓഫീസിൽ ഹാജരാകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.